ഹായ് ഓൾ. മെന്റൽ ഹെൽത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അതിനെതിരെയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും അതിനെപ്പറ്റി തുറന്നു പറയുകയും ട്രീറ്റ്മെന്റ് എടുക്കാൻ വൈകുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഇന്നും പോകാതെ നിലനിൽക്കുന്നതിന് വർഷങ്ങളോളം ചരിത്രപരമായിട്ട് അതിന് ഒരു അടിത്തറയുണ്ട്, അടിസ്ഥാനമുണ്ട്. ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും കാരണമാണ് അതിങ്ങനെ അക്യുമുലേറ്റ് ആയി വന്നതുകൊണ്ടാണ് അത് നമുക്ക് തുടച്ചു നീക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ആദ്യം ഒരു മെന്റൽ ഇൽനെസ്സിനെ, മാനസിക ബുദ്ധിമുട്ടിനെ, മാനസിക അസുഖത്തിനെ മനുഷ്യൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിൽ തുടങ്ങിയതാണ് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ട് ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരെന്തോ ക്രൈം ചെയ്യുന്നത് പോലെയാണ്. അതൊരു അസുഖമാണെന്നുള്ള തിരിച്ചറിവില്ല മനുഷ്യന്. അപ്പം ഇതിന് ട്രീറ്റ്മെന്റും ഇല്ല. അപ്പം ഇവരെ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. ഒരു പണിഷ്മെന്റ് ഒക്കെ പോലെ എന്ന് പറയാം. അപ്പൊ മെന്റൽ അസൈലം എന്നുള്ള വാക്കാണ്. അപ്പൊ മെന്റൽ അസൈലത്തിലൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, എല്ലാവരെയും ഇങ്ങനെ കൊണ്ട് ഇടുക എന്നുള്ളതാണ്. അപ്പൊ മെന്റൽ അസൈലംസ് ഒക്കെ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നു. അതിനൊന്നും വലിയ ഫണ്ടിങ്ങും ഇല്ല. ഇതൊക്കെ നടത്തിയിരുന്നത് കൂടുതലും ചർച്ചസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 1930 ആയപ്പം ലോബോട്ടമി എന്ന് പറഞ്ഞൊരു സർജറി. അപ്പോൾ ലോബോട്ടമി ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ സർജറി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, ക്യൂർ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു നല്ല ഉദ്ദേശത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലോബോട്ടമിയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ഏരിയയാണ് നമ്മുടെ കോഗ്നിഷൻ ആയിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ലേണിംഗ്, ഇതെല്ലാം ഒരു ഫ്രോണ്ടൽ ഏരിയ അസോസിയേറ്റഡ് ആണ്. അപ്പം ഈ ഫ്രോണ്ടൽ ഏരിയയിലെ കണക്ഷൻസ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് ഈ ലോബോട്ടമി എന്ന് പറയുന്ന സർജറി ആയിട്ട് വന്നത്. അപ്പോൾ ഈ ലോബോട്ടമി അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് മെന്റൽ അസൈലത്തിൽ കിടന്ന് ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ലോബോട്ടമി ചെയ്യും. കൺസെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ലോബോട്ടമി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി ഒക്കെ മാറും. ചിലരുടെ കണ്ടീഷൻ വഷളാവും, ചിലർ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആകും. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകളെ, അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസ്, അതിപ്പം അന്നൊക്കെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അത്തരത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അത്തരത്തിൽ താഴോട്ട് നിൽക്കുന്ന ആളുകളിലും ഒക്കെയാണ് ഇവരിത് മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ലോബോട്ടമി ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡായിരുന്നില്ല, അവരെ സൈലൻസ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് ടോർച്ചർ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ തുടങ്ങുന്നു നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനോടുള്ള സ്റ്റിഗ്മ എന്ന് പറയുന്നത്. രണ്ടാമത് നാസി ജർമ്മനിയിലെ യൂത്തനേഷ്യ പ്രോഗ്രാമാണ്. യൂത്തനേഷ്യ എന്ന് പറയുന്നത് ദയാവധമാണ് ഇന്നത്തെ ഒരു സെൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കറിയാം നാസി ജർമ്മനിയിൽ യൂത്തനേഷ്യ എന്ന പേരിൽ ധാരാളം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നറിയാം, ജീനോസൈഡ് നടന്നിട്ടുണ്ടെന്നറിയാം. മെൻ്റലി ഇല്ല ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ സ്റ്റെറിലൈസ് ചെയ്യുക, അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ദേ ഡോണ്ട് ഡിസേർവ് ടു ലിവ്, അവർക്ക് ജീവിക്കാനൊരു അവകാശം ഇല്ല എന്നുള്ള രീതിക്ക് അവരെ കൊന്നുകളയുക. ഇത്തരം കാര്യങ്ങളൊക്കെ ജർമ്മനിയിൽ നടന്നിരുന്നു. ഇതൊരു എക്സ്ട്രീം ഫോം ഓഫ് സ്റ്റിഗ്മയാണ് കാണിക്കുന്നത്. നമ്പർ 3, ഹോമോസെക്ഷുവാലിറ്റി 1973 വരെ DSM അനുസരിച്ച്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒരു മാനുവലാണ്. അതനുസരിച്ച് ഇതൊരു സൈക്കാട്രിക് ഇൽനസ് ആയിരുന്നു. 1980 DSM-3 വന്നപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി ഒരു ഡിസോർഡർ എന്നുള്ള രീതിക്ക് നീക്കം ചെയ്യപ്പെട്ടു. പക്ഷേ ഈഗോ ഡിസ്റ്റോണിക് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം അതിലപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഈ സെക്ഷൽ ഓറിയൻറ്റേഷനോടുള്ള ആളുകളുടെ ഒരു ഡിസ്കംഫർട്ട്, അത് ഇപ്പം സ്ത്രീ ആണെങ്കിൽ സ്ത്രീയോടുള്ള ഓറിയൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ, പുരുഷനാണെങ്കിൽ പുരുഷനോടുള്ള ഓറിയൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ, അതവർക്ക് അന്നത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഓറിയൻറ്റേഷൻ ഉണ്ടാവരുതാത്ത ഒരാളോട് ഓറിയൻറ്റേഷൻ ഉണ്ടാകുമ്പം അവർക്കുണ്ടാകുന്ന മെൻ്റൽ ഡിസ്കംഫർട്ട് എന്നുള്ള രീതിക്കാണ് ഈ അസുഖത്തെ ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇത് റിമൂവ് ചെയ്ത് പോവുകയുണ്ടായി. ഇപ്പോൾ ഒരു ടേം ഉണ്ട്, ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ടേം. പക്ഷേ ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടല്ല. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുമ്പം ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെക്ഷൽ ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബയോളജിക്കൽ സെക്സ്, അത് ആ ഒരു ജെൻഡർ അല്ല നമ്മൾ ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കാരണം ആളുകൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെയാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. അത് കാരണം അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതല്ല അസുഖം എന്ന് പറയുന്നത്, അത് കാരണം ആളുകൾ അനുഭവിക്കുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അല്ലെങ്കിൽ ജെൻഡർ വേരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഇല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളെന്നാണ് ഇത് പ്രകാരം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ കൾച്ചറൽ വേരിയേഷൻസ്, ഒരു കൾച്ചറിൽ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് ജെൻഡർ ഡിസ്ഫോറിയ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഈ ജെൻഡർ ഡിസ്ഫോറിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ എല്ലാവർക്കും ഉള്ള ഒരു ഫിനോമിനൻ ആണോ, അതോ ഇതില്ലേ? നോർമലി ആരാണെങ്കിലും
കുറച്ച് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ കടന്നു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത് പഠിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് DSM കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന 1973 വരെ ഒരു മാനസിക അസുഖമായിട്ട് കൺസിഡർ ചെയ്തെയാണ് ഇന്നും ഇതിൻ്റെ സ്റ്റിഗ്മ പോകാതെ നിൽക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നാലാമത്തത്, ഇതുപോലെ തന്നെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർക്കൊരു അസുഖമാണ് എന്ന് അറിയാത്ത ഒരു കാര്യമായിരുന്നു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ബേബി ബ്ലൂസ് എന്താണെന്നൊക്കെ കുറേ ആളുകൾക്കൊക്കെ അറിയാം. കാരണം പ്രസവാനന്തരം ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു മൂഡ് ലോ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു ട്രാൻസിയൻ്റ് അവസ്ഥയാണ് ബേബി ബ്ലൂസ്. അത് പിന്നെ പ്രസവ വേദന, ലാക്ടേഷനിലുള്ള വേദന, അവർ അണ്ടർഗോ ചെയ്തൊരു ട്രോമ കാരണം കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഒരു മൂഡ് ഓഫ് ആകുന്നതാണെന്ന് ഇമ്മീഡിയറ്റ് ഫാമിലി വിചാരിക്കുന്നു. പക്ഷെ അതിനുശേഷം ഇത് പെർസിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഫാമിലി മെമ്പേഴ്സൊക്കെ കരുതുന്നത് ഈ അമ്മ എന്താ അൺഗ്രേറ്റ്ഫുൾ ആണ്. കാരണം മദർഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത് മറ്റേ സ്ത്രീത്വത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് കംപ്ലീറ്റ്നെസ് കിട്ടുന്ന ഇതാണ്, പാരമ്പര്യത്തിലെത്തുന്നതാണ് എന്നൊക്കെയാണ്. കുഞ്ഞിനെ കിട്ടിയിട്ടും അമ്മയ്ക്കൊരു സന്തോഷമില്ല എന്നുള്ള രീതിക്കാണ് ആളുകൾ അവരെ ബ്ലെയിം ചെയ്യുക, ഷെയിം ചെയ്യുക, അവർ വീക്കാണെന്ന് പറയുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ട് മുതലേ ഫാമിലി മെമ്പേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ സ്ത്രീകൾ പോലും അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവരവരുടെ അമ്മയായതിനുള്ള സന്തോഷിക്കുന്നില്ല എന്നുള്ള രീതിക്കുള്ള ബ്ലെയിമൊക്കെ അനുഭവിക്കും. അവർക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആകെപ്പാടെ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടം സൈക്കോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലും മോശമായ അവസ്ഥയാണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഒക്കെ ഡിപ്രഷനെ പോലെയല്ല, കുറേയും കൂടെ നേരത്തെ DSMൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുമ്പം കുറച്ചുകൂടെ കുട്ടിയെ ഹാം ചെയ്യുന്ന ഒരാൾ പറയുന്നു, അങ്ങനെ അവർക്ക് ഹാലുസിനേഷൻസ് ഉണ്ടാകും, കുട്ടിയെ ഹാം ചെയ്യാൻ തോന്നുന്നു, കുട്ടിയോട് വെറുപ്പ് തോന്നുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനത്തെ കേസുകൾ വരുമ്പോഴാണ് കുട്ടിയെ കൊല്ലുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു പെൺകുട്ടി ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്തു. ദിവ്യ ജോണി എന്നാണ് തോന്നുന്നു പേര്. അവർ സൂയിസൈഡ് ചെയ്തു. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അവർ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് സൈക്കോസിസ് വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയായിരുന്നു. അതിനുശേഷം ഒരു അഭിമുഖങ്ങളിലൊക്കെ വന്നതിന് ശേഷം അവരുടെ കണ്ടീഷനൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അവർ പിന്നീട് ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഇടയ്ക്ക് അവർ സൂയിസൈഡ് ചെയ്തു എന്നൊരു വാർത്ത വന്നിരുന്നു. അപ്പം ഈ ഒരു കേസ് കുറേ പേർക്ക് നമ്മുടെ കേരളത്തിലൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി അവയർനെസ് കൊടുത്തൊരു സമയമായിരുന്നു അവർ ഇൻ്റർവ്യൂ കൊടുത്ത സമയങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി 1994 ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു അസുഖമായിട്ട് DSMൽ വരുന്നത്. അത് ട്രീറ്റബിൾ ആണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം, പ്രോപ്പർ കെയർ കൊടുത്താൽ അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ളൊരു അവയർനെസ് ആ ഒരു സമയത്താണ് ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ 5, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളികൾക്ക്, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ പള്ളികൾക്ക്, മിഷണറീസിനൊക്കെ വളരെ വലിയൊരു റോളുണ്ട് ഈ മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും ഒരു ലാഗിങ് ബിഹൈൻഡ് സ്റ്റേജിൽ കിടക്കാനുള്ള കാരണം വെച്ചാൽ പണ്ട് കാലത്ത് പള്ളികളുടെ അധീനതയിലായിരുന്നു, പള്ളികളായിരുന്നു മെൻ്റൽ അസൈലംസ് ആണെങ്കിലും മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പിന്നീട് നടത്തിപ്പോയിരുന്നത്. അപ്പം ഈ പള്ളികൾക്ക് കൂടുതലും അവർ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എക്സോർസിസം ചെയ്യുക, ഇത് പാപം ചെയ്തത് കൊണ്ടാണെന്ന് പറയുക, അവരെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിടുക, അതുപോലെ തന്നെ ശാപം കിട്ടിയതാണെന്ന് പറയുക, ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ടാണ് അവരിതിനെ സമീപിച്ചിരുന്നത്. വളരെ ലേറ്റായിട്ട്, അതായത് ഒരു റിലീജിയസ് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് തന്നെ സയൻസിനോടും മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ്സിന് എടുക്കുന്നതിനോടും ഒക്കെ വിമുഖത കാണിച്ചത് ഈ ബ്രാഞ്ച് തന്നെ വലുതായിട്ട് ഡെവലപ്പ് ആവാതിരിക്കാനും ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള വിമുഖതയും ഒക്കെ കാലങ്ങളോളം നിലനിന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ടാണ് ഇപ്പം പണ്ട് മുതലേ ഇപ്പം ക്രിസ്ത്യൻ മിഷണറീസ് അല്ല ഇത് നടത്തിയിരുന്നെന്നുണ്ടെങ്കിൽ, റിലീജിയസ് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളല്ല നടത്തിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു ഫീൽഡ് ഡെവലപ്പായി വരികയും കുറച്ചുകൂടെ ആളുകൾ ഇതിനെ സയൻറ്റിഫിക്കായിട്ട് കണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയൊക്കെ ചെയ്തേനെ. അപ്പോൾ നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്തിനോടുള്ള സ്റ്റിഗ്മ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്തൊരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പനിയും ചുമയൊക്കെ വന്നാലും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കുന്നത് പോലെ തന്നെ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഹെൽത്തിനെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്ക് പോകും. അത്തരത്തിൽ വേണം നമ്മൾ മെൻ്റൽ ഹെൽത്തിലെ കാണാനായിട്ട്. അല്ലാതെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡൗൺ ആവുന്ന ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു തെറപ്പിസ്റ്റ് ഉള്ളത് എന്തായാലും നല്ലതാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. ഇവിടെയും നമ്മൾ ലാഗിങ് ബിഹൈൻഡ് ആണല്ലോ, ഇവിടെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം ശരിക്കും. കാരണം ഇപ്പം അങ്ങനെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഓക്കെ, കാരണം അവർക്ക് ഫാമിലി സപ്പോർട്ട് വേണം. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഒരു തെറപ്പിസ്റ്റ് ഉള്ളത് നല്ലതാണ്. കാരണം നമ്മളിപ്പം അടുത്തുള്ള ആൾക്കാരോട് തുറന്ന് പറയുന്നതിൽ ഇവർക്ക് നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഹെൽപ്പും കൂടെ തരാൻ പറ്റും. അതിന് നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ വേണമെന്ന് നിർബന്ധമല്ല. ഡിസോർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറപ്പി എടുത്തിരിക്കണം. അല്ലാത്തവർക്കും ഒരു തെറപ്പിസ്റ്റ് ഉള്ളത് നല്ലതാണ്. സ്റ്റിഗ്മയൊക്കെ മാറ്റി വെക്കുക. നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വരുന്നത് പോലെ തന്നെ വരാം.
അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ മറ്റേ നമ്മൾ ഭ്രാന്താന്ന് തോന്നും, വട്ടാണെന്ന് തോന്നും, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തത്. പലരും ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എന്തെന്നറിയാതെ സൈലൻസിൽ സഫർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.